അടുത്ത ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണത്. അതായത് ഓൾമോസ്റ്റ് പല സ്റ്റോക്കുകളും മൾട്ടി ബാഗർ തന്നെയാണ്. ഒരു 10-20 വർഷം മുന്നേ തുടങ്ങുന്ന സമയത്ത് അതിന്റെ പ്രൈസ് വാല്യൂ ഇപ്പോഴത്തെ പ്രൈസും കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മൾട്ടി ബാഗർ തന്നെയായിരിക്കും. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിലുള്ള ഒരെണ്ണമാണ് BEL എന്ന് പറയുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അതിന്റെ കറണ്ട് പ്രൈസ് 415ആണ്. അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും വലിയൊരു ഹ്യൂജ് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. കടമാണെങ്കിൽ വളരെ കുറവുമാണ്. ഡെബിറ്റ് ഫ്രീ ആണത്. ദാറ്റ് മീൻസ് നല്ലൊരു പൊട്ടൻഷ്യൽ ആണ് അതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ROE ആൻഡ് ROC ഈ പറയുന്ന റിട്ടേണുകൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുമില്ല. ഓൾമോസ്റ്റ് അടുത്ത് തന്നെയാണ് വരുന്നത്. ഒരു 10% വ്യത്യാസമേ ഉള്ളൂ. സോ മോർ ഓവർ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ഇതിൻ്റെ ഡെബിറ്റ് ഫ്രീ ആയിട്ടുള്ള കാര്യവും നമുക്ക് വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ തരുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അതിൻ്റെ പെർഫോമൻസ് ക്വാർട്ടർ വൈസുള്ള പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ പിയർ കമ്പാരിസണിൽ വരുമ്പോൾ മറ്റുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സ് അതിൻ്റെയൊക്കെ പ്രൈസ് വാല്യൂ വ്യത്യാസമുണ്ടോ? കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഇത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് ഇത് മാത്രമാണ്. പക്ഷേ ഹ്യൂജ് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണത്. സോ അതിൻ്റെ ഒരു ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ ക്വാർട്ടർലിയുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലാസ്റ്റ് 2025 അത്യാവശ്യം കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഡിസംബർ ടു മാർച്ച് നല്ല രീതിയിൽ കൂടിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇയർ ഓൺ ഇയർ അതിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോത്തിലാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ മതി. നെറ്റ് പ്രോഫിറ്റ് നോക്കുക 2022 തൊട്ട് നോക്കിയോ 2400, 23 2986 കോടി, 3900, 5300, 6000. സോ നല്ല വളരെ വലിയൊരു എന്താണ് വളരെ വലിയ ഒരു പ്രോഫിറ്റ് ആണ് ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് EPS കൂടും. നമുക്ക് അറിയാൻ പറ്റും ഏണിംഗ് പെർ ഷെയർ 2024 5 രൂപയിൽ കിടന്ന സാധനം 2025 ആയപ്പോൾ 2 രൂപകൾ കൂടി 27 ആയി. പിന്നെ 2026 ഇപ്പോൾ ഇതുവരെ 8 രൂപ വരെ വന്നു. സോ ഇതിനകത്തൊരു വളരെ വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. ഈ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാനാണ് നമ്മളത് ഗ്രാജുവലി ഇത് ബൈ ചെയ്ത് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഞാൻ ഒരു ബൈയിങ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ ഒരു അറിയാത്തവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഇത് അനലൈസ് ചെയ്ത് പറയുന്നത് മാത്രം. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണിത്. സോ ഇതിനകത്ത് ഇതിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ചാർട്ടിൻ്റെ ഒരു ലോങ് വ്യൂ എടുക്കാം, എന്നാലും നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. സോ നോക്കുക, ഇതിൻ്റെ ഒരു കറണ്ട്ലി 2024 തൊട്ട് ഇതുവരെയുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. സോ ഇപ്പം കറണ്ട്ലി എന്താ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു റേഞ്ചിൽ 437 തൊട്ട് 415, 400 തൊട്ട് 435 വരെയുള്ള റേഞ്ചിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 വട്ടം ബ്രേക്ക് ഔട്ട് കൊടുത്ത് പോയി. പ്രോഫിറ്റ് ബുക്കിങ്ങും പല കാരണങ്ങൾ കൊണ്ട് താഴേക്കാണ്. മാർക്കറ്റിൽ ഇപ്പോൾ സ്ട്രെങ്ത് ഇല്ലാത്തപ്പോൾ താഴേക്കൊക്കെ പോകുന്നു. സോ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന റേഞ്ച്, ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2024 മെയ് തൊട്ട് 2025 മെയ് വരെ നമുക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഒരു റേഞ്ച് 320-നും 267-നും ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഈ കൺസോളിഡേഷൻ മെയ് മാസത്തിൽ 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തു. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജൂൺ തൊട്ട് ഈ ഒരു ജൂൺ വരെ ഓൾമോസ്റ്റ് സെയിം കൺസോളിഡേഷൻ ആണ് ഒരു റേഞ്ച്. സോ ഇനിയിപ്പം ഇതിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ വരും. ആ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ വരും. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി 440 മേലെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
അതായത് ഒരു വട്ടം ഇവിടെ വെളിയിൽ പോയി തിരിച്ചകത്ത് കയറി, രണ്ടാമത്തെ വട്ടം വന്നു മുകളിൽ പോയി തിരിച്ചകത്തോട്ട് കയറി, മൂന്നാമത്തെ വട്ടം ഇതൊരു ബ്രേക്ക് ഔട്ട്, ഇവിടുന്ന് റിജക്ഷനോട് കൂടി ബൈ എടുക്കുന്നവർക്ക് ഈ റേഞ്ചോട്ട് എടുത്തു തുടങ്ങും. ഇവിടെ ഒരു റിവേഴ്സ് സാധ്യത കുറവാണ്. ബ്രേക്ക് ഔട്ട് ചെയ്ത് വെളിയിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അത് മൂന്നാമത്തെ ബ്രേക്ക് ഔട്ടാണ്. മൂന്നാമത്തെ ബ്രേക്ക് ഔട്ട് അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ സാധ്യത കൂടുതലായിട്ട് ഇതിന് നമുക്കൊരു അപ്സൈഡ് മൊമെന്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്സൈഡ് മൊമെന്റം സാധ്യതയുണ്ട്. ഓൾ ടൈം ഹൈ ആയിരിക്കുന്ന 471. ഈ 471 സസ്റ്റെയിൻ ചെയ്ത് തീർച്ചയായിട്ടും മുകളിലോട്ട് പോകും എന്നാണ് ഈ 471 ഓൾ ടൈം ഹൈ അടിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ അത് ബൈ റെക്കമെൻഡേഷൻ അല്ല, ആക്ച്വലി ഇത് വാച്ച് ചെയ്തിട്ട് ഇവിടുന്നുള്ള പ്രൈസ് ആക്ഷൻ എന്താണോ നോക്കിയിട്ട് ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടുന്ന് ഗ്രാജുവലി എടുത്തിട്ട് ഇവിടെ ബൈ ചെയ്ത് സെല് ചെയ്താലും അത്യാവശ്യം ഒരു 15 രൂപയ്ക്ക് മേളിലൊരു പെർ ഷെയർ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൂവ്മെന്റ് അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ അല്ലാതെ ഹോൾഡ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ 470 എന്തായാലും നമുക്ക് ഒരു മൊമെന്റം കിട്ടും. 464 to 71 ഈ റേഞ്ചിൽ ഒരു മൊമെന്റം കിട്ടും. ഇവിടുന്ന് റിജക്ഷൻ സാധ്യത ഒന്നുകിൽ അപ്സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ താഴോട്ട് നമുക്ക് അറിയാൻ പറ്റും. താഴേക്കാണെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാൻ 60 രൂപയുടെ പ്രോഫിറ്റ് ഒരു സ്റ്റോക്കിന്റെ പുറത്ത് നമുക്ക് 60 രൂപയോളം കിട്ടും. അവിടെ നിന്നും ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലോട്ടാണെങ്കിൽ അവിടുത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി അവിടെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ ഹോൾഡ് ചെയ്യുകയോ അത് താഴേക്കാണെങ്കിൽ അതൊന്ന് സെല് ചെയ്ത് കളയുകയോ ചെയ്യാം. സോ ഈ ഒരു റേഞ്ച് കൺവിൻസിങ് ആയിട്ടുള്ള റേഞ്ചാണ്. ഒരു എന്താ ബ്രേക്ക് ഔട്ട് ഫോർകാസ്റ്റ് ഉണ്ട് പറയാൻ കണ്ടില്ലേ, ഈ ഒരു റേഞ്ച് കഴിഞ്ഞ മെയ് തൊട്ട് 2024 മെയ് തൊട്ട് 2025 മെയ് വരെ ഇവിടെ ഒരു മെയ്യിൽ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ അതേ പാറ്റേൺ ആണ്. ഫസ്റ്റ് ടൈം ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴോട്ട് പോയി, രണ്ടാമത്തെ തവണ അതേ ഫസ്റ്റ് ടൈം ബ്രേക്ക് ഔട്ട് ചെയ്ത ലൈൻ വെളിയിൽ പോയി, രണ്ടാമത്തെ ബ്രേക്ക് ഔട്ട് ചെറിയൊരു ശ്രമം നടത്തി, എന്നാൽ മൂന്നാമത്തെ തവണ ഒന്ന് ടച്ച് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തില്ല. കണ്ട 1 2 മൂന്നാമത്തെ തവണ ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് വെളിയിൽ പോയില്ല, ദെൻ താഴേക്ക് വന്നു. ദെൻ ഇവിടുത്തെ അക്കോമഡേഷൻ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ ലൈൻ മൂന്നാമത്തെ തവണ അത് മുഴുവൻ ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്തില്ല. പക്ഷേ നെക്സ്റ്റ് തവണ അത് ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 319 നിന്ന് 400 രൂപ വരെ ഒരു മൂവ്മെന്റം കിട്ടി. അതായത് ഒരു 100 രൂപയുടെ പ്രൈസ് റേഞ്ച് അവിടെ ഒറ്റയടിക്ക് വന്നു. മനസ്സിലായോ? ഈ ഒരു റേഞ്ചിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സാധ്യത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പൊട്ടൻഷ്യൽ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ബൈ എടുത്തിരിക്കുന്നവർക്ക് ഇവിടെ വന്ന് സെല് ചെയ്താലും മതി. അല്ല ഇവിടെ നോക്കിയതിന് ശേഷം ഇവിടെ വരെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് അടിക്കുകയും ചെയ്യാം. മനസ്സിലായോ? സോ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു മൊമെന്റം പൊട്ടൻഷ്യൽ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്രൈസ് ആക്ഷൻ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അവിടുത്തെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തവർക്ക് ഫൈൻ കീപ്പ് ചെയ്താൽ മതി. ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കിയതിനു ശേഷം ഇതേ ഒരു സിനാരിയോ ആയിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് വരും എന്തായാലും. സോ ഇവിടുത്തെ ആ സമയത്തുണ്ടായിരുന്ന ഈ ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്ന സമയത്ത് അന്നേരത്തെ ഓൾ ടൈം ഹൈ ഇതായിരുന്നു. ഈ ഓൾ ടൈം ഹൈയിൽ റിജക്ഷൻ ഉണ്ടായിട്ടില്ല. ഈ 213 ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടുന്ന് ഒരു കാരണവശാലും റിജക്ഷൻ സാധ്യത കുറവായിരിക്കും. മനസ്സിലായോ? സോ ഇത് നേരെ മേലോട്ട് കയറി പോകത്തേ ഉള്ളൂ. നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടും. അപ്പോൾ ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലേക്ക് അത് പോകും. ഗ്രാജുവലി ഇയർ ഓൺ ഇയർ അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു സ്റ്റോക്കുമാണ്. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. വളരെ വലിയ ഒരു ഗ്രോത്ത് ഉണ്ടാവും. സോ അത്രമാത്രമാണ് അതിൻ്റെ ഫണ്ടമെന്റലി ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ നോക്കുക എന്നൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ.